മലയാള സിനിമയിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മിസ്റ്ററി ത്രില്ലർ ആണല്ലോ എക്കോ. കിഷ്കിന്ധ കാണ്ഡത്തിന് ശേഷം ആ ഒരു മൂഡിൽ വന്ന മികച്ച സിനിമ കണ്ടവർക്കെല്ലാം ഒരുപാട് സംശയങ്ങളും കൗതുകങ്ങളും ബാക്കിയായിരുന്നു. എന്നാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ പോലും ശ്രദ്ധിക്കാതെ പോയ, എന്നാൽ ഒരു പ്രേക്ഷകൻ കൃത്യമായി കണ്ടെത്തിയ ഒരു വലിയ തെറ്റിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ആർട്ട് ഡയറക്ടർ സജീഷ് താമരശ്ശേരി തന്നെ ഇപ്പോൾ ആ തെറ്റ് സമ്മതിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണത്? നമുക്ക് നോക്കാം. സിനിമയിൽ സന്ദീപ് പ്രദീപ് അവതരിപ്പിച്ച പിയൂസ് എന്ന കഥാപാത്രം ഒരു കഥ എഴുതുന്ന രംഗമുണ്ട്. അയാൾ ഒരു പായയിലിരുന്ന് എഴുതിയ ശേഷം ആ പേപ്പർ ഒരു പുസ്തകത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. ഈ രംഗം സൂക്ഷിച്ചു നോക്കിയാൽ ഒരു മാഗസിൻ കാണാൻ സാധിക്കും. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ആ മാഗസീനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഡേറ്റ് 2025 ഫെബ്രുവരി എന്നാണ്. അതായത് സിനിമ ഇറങ്ങിയ സമയത്തിനേക്കാൾ മുന്നേ ഉള്ള ഒരു ഡേറ്റ്. ഭാവിയിൽ നിന്നുള്ള മാഗസീൻ എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ട്രോളുകൾ വന്നിരുന്നു. യൂട്യൂബിലെ ഒരു മൂവി റിവ്യൂവർ ആണ് ഈ കാര്യം ആദ്യം കണ്ടെത്തുന്നത്. സാധാരണ ഇത്തരം തെറ്റുകൾ അണിയറ പ്രവർത്തകർ കണ്ടില്ലെന്ന് നടിക്കാറാണ് പതിവ്. എന്നാൽ എക്കോയുടെ ആർട്ട് ഡയറക്ടറായ സജീഷ് താമരശ്ശേരി നൽകിയ ഒരു അഭിമുഖത്തിൽ വളരെ സത്യസന്ധമായി ഇത് സമ്മതിച്ചു. അതൊരു വലിയ അബദ്ധം തന്നെയായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ ഈ ഒരു തെറ്റിന്റെ പേരിൽ നമുക്ക് ആ ടീമിനെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം അത്രത്തോളം പരിശ്രമമാണ് ഈ സിനിമയുടെ ആർട്ട് വിഭാഗം നടത്തിയത്. നമുക്ക് ചില രസകരമായ ചില കാര്യങ്ങൾ നോക്കാം. ബ്ലാത്തി ചേട്ടത്തിയുടെ ആ വലിയ വീട് വെറും 19 ദിവസം കൊണ്ടാണ് നിർമ്മിച്ചത്. അത് കല്ല് വെച്ച് കെട്ടിയ വീടാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ സത്യത്തിൽ അത് ഫൈബർ ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച് പെയിന്റ് അടിച്ചെടുത്തതാണ്. മരവും പ്രോപ്പർട്ടികളും. പിയൂസ് കയറുന്ന വലിയ മരം ഒന്നല്ല, പല മരങ്ങളുടെ ചില്ലകൾ തുന്നി ചേർത്ത് ആർട്ട് ടീം ഉണ്ടാക്കിയെടുത്തതാണ്. അതുപോലെ സിനിമയിൽ കാണുന്ന ചത്ത പട്ടികളുടെ രൂപം പോലും അത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ടാണ് അവർ നിർമ്മിച്ചത്. ഇത്രയും ശ്രദ്ധയോടെ പണിയെടുത്ത ആർട്ട് ടീമിന് ആ മാഗസീൻ ഡേറ്റ് മാത്രം എങ്ങനെ മാറിപ്പോയി? ഷൂട്ടിങ്ങിനിടയിലുണ്ടായ തിരക്കും സമ്മർദ്ദവും കാരണമാണ് അത്തരം ഒരു പിഴവ് സംഭവിച്ചതെന്ന് അദ്ദേഹം പറയും. സിനിമ എന്നത് നൂറുകണക്കിന് ആളുകളുടെ കഠിനാധ്വാനമാണ്. ഇപ്പോൾ സിനിമകൾ OTT-യിൽ എത്തുമ്പോൾ പ്രേക്ഷകർ ഓരോ ഫ്രെയിമും ഇഞ്ചിഞ്ചായി പരിശോധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ പിഴവുകൾ പോലും പെട്ടെന്ന് പിടിക്കപ്പെടുന്നു. എങ്കിലും എക്കോ എന്ന സിനിമ പ്രേക്ഷകർക്ക് നൽകിയ ആ ഒരു ഫീൽ തകർക്കാൻ ഈ ഒരു ചെറിയ അബദ്ധത്തിന് എന്തായാലും കഴിയില്ല. നിങ്ങൾ സിനിമ കണ്ടപ്പോൾ ഈ തെറ്റ് ശ്രദ്ധിച്ചിരുന്നോ? അതോ ഇപ്പോൾ വീഡിയോ കണ്ടപ്പോഴാണോ ഇതറിയുന്നത്? എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇത്തരം സിനിമാ വാർത്തകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.